ഹൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് മൊഡ്യൂൾ 3 ആയിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോണത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 നമുക്ക് വരുന്നത് ഒപ്റ്റിമൈസേഷൻ ആണ്. അപ്പം അതിൽ തന്നെ ഓരോരോ സെക്ഷനായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഒപ്റ്റിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഒപ്റ്റിമൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു പാർട്ടിക്കിളിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഞാൻ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അതാണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത്. ഇതൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു പാർട്ടിക്കിൾ എന്ത് ചെയ്തേക്കുന്നതാണ്, മൂവ് ചെയ്തേക്കുന്നത് ഞാൻ എന്ത് ചെയ്തേക്കുന്നു, ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്തേക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടാണ് മൂവ് ചെയ്തേക്കുന്നത് അല്ലേ. അതായത് ഇവിടെ ഇങ്ങനെ കൂടിപ്പോകുന്നുണ്ട്, പിന്നെ അവിടെ നിന്നതിന് ശേഷം കുറയുന്നുണ്ട്, പിന്നെ വീണ്ടും കൂടുന്നുണ്ട്, പിന്നെ വീണ്ടും കുറയുന്നുണ്ട്, പിന്നെ വീണ്ടും കൂടുന്നുണ്ട്, അങ്ങനെയാണ് പോയേക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ പോയിൻറ്റ്സുകൾ നമുക്ക് നോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു പോയിൻ്റ്, അതായത് ഏറ്റവും കുറവ്, അത് കഴിഞ്ഞിട്ടൊരു കൂടുതൽ വന്നിട്ടുണ്ട്, പിന്നെ വീണ്ടും ഒരു കുറവ് വന്നിട്ടുണ്ട്, വീണ്ടും അതിൽ നിന്നൊരു കൂടുതൽ പോയിട്ടാണ് ഒരു കുറവിലേക്ക് പോയേക്കുന്നത്, വീണ്ടും ഒരു കൂടുതൽ പോയിട്ടാണ് ഒരു കുറവിലേക്ക് പോയേക്കുന്നത് അല്ലേ. അങ്ങനെയാണ് പോയേക്കുന്നത്. ഇപ്പം ഞാൻ കുറച്ച് പോയിൻറ്റ്സ് നോട്ട് ചെയ്തില്ലേ, ഈ പോയിൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിൻ്റ്. എന്ത് പോയിൻ്റ്? ക്രിട്ടിക്കൽ പോയിൻ്റ്. ഈ ക്രിട്ടിക്കൽ പോയിൻറ്റിനെ എനിക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ലോക്കൽ മാക്സിമ എന്നും ലോക്കൽ മിനിമ എന്നും. അത് ഞാനിവിടെ ഓരോ സിമ്പിളും കൊടുത്ത് എഴുതിയൊക്കെയാണ് കേട്ടോ. ഇത് ഇൻറ്റു ഇട്ടേക്കുന്നതെല്ലാം എന്താണ്? ലോക്കൽ മാക്സിമകളാണ്. അതുകൊണ്ട് ഇതെല്ലാം ലോക്കൽ മാക്സിമകളാണ്. അത് ഞാൻ റെഡിങ് വെച്ച് വരച്ചേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. അതായത് ഈ തന്നേക്കുന്നതിൽ ഞാനിപ്പോൾ ഒരു ചെറിയ പോർഷൻ കൺസിഡർ ചെയ്യുകയാണ്. ഈ ഒരു പോർഷൻ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയേ, ഈ പോർഷനിൽ ഇതൊരു മാക്സിമമാണ്, ഇതും ഒരു മാക്സിമമാണ് അല്ലേ. അങ്ങനെ നമുക്ക് ഈ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ തന്നെ വലുതേത് ചെറുതേത് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നതാണ് മാക്സിമം പോയിൻറ്റും എന്തെന്ന് പറയുന്നത്, മിനിമം പോയിൻ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും വലിയ മാക്സിമം ഏതാണ്, അതിനെയാണ് നമ്മൾ ഗ്ലോബൽ മാക്സിമ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും ചെറുതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്ലോബൽ മിനിമ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഒരു എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് നമ്മളതിനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഗ്രാഫ് കിട്ടുകയും ആ ഗ്രാഫിലെ ഏറ്റവും ഹൈ പോയിൻറ്റ്സുകളും ലോ പോയിൻറ്റ്സുകളും നോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത്. ആ ക്രിട്ടിക്കൽ പോയിൻറ്റിൽ തന്നെ ഹൈ വാല്യൂസിനെയെല്ലാം നമ്മൾ ലോക്കൽ മാക്സിമകളായിട്ടും ലോ വാല്യൂസിനെയെല്ലാം നമ്മൾ ലോക്കൽ മിനിമകളായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. അതിലെ ഏറ്റവും വലിയ വാല്യൂവിനെ ഗ്ലോബൽ മാക്സിമ എന്നും ഏറ്റവും ചെറിയ വാല്യൂവിനെ ഗ്ലോബൽ മിനിമ എന്നുമാണ് പറയുന്നത്. അതൊക്കെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അവിടെ വരാഞ്ഞ രണ്ട് പോയിൻ്റാണ് സാഡിൽ പോയിൻറ്റും സ്റ്റേഷനറി പോയിൻറ്റും. സാഡിൽ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത് ഇങ്ങനെയാണ്: നെയ്തർ മാക്സിമ നോർ മിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് അവിടെ ആ വാല്യൂസ് മാക്സിമവും അല്ല മിനിമവും അല്ല. അതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ മാത്തമാറ്റിക്കലി പറയാം. അത് ഞാൻ അടുത്ത പേജിൽ പറയും. ഇപ്പം നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. നമുക്ക് ചില പോയിൻറ്റ്സിൽ മാക്സിമം പോയിൻ്റ് ആണോന്നും അത് പറയാൻ പറ്റത്തില്ല, അത് മിനിമം പോയിൻ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. അതിങ്ങനെ ഒരു സെയിം എന്താണ്, നമ്മൾ ഏതാണോ ചൂസ് ചെയ്തേക്കുന്ന ആ ഒരു ലെവലിൽ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു ലെവലിൽ നിന്ന് മാക്സിമവും മിനിമവും പറയുന്നെങ്കിൽ ആ ഒരു ലെവലിൽ അങ്ങ് പോകും. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതിൻ്റെ മാത്തമാറ്റിക്കൽ വെർഷൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ദെൻ സ്റ്റേഷനറി പോയിൻ്റ്. എന്താണ് സ്റ്റേഷനറി പോയിൻ്റ്? നമ്മൾ കുറച്ച് മുമ്പ് ക്രിട്ടിക്കൽ പോയിൻ്റ് പഠിച്ചില്ലേ? ആ ക്രിട്ടിക്കൽ പോയിൻറ്റിനകത്തുള്ള പോയിൻ്റാണ് ആരെന്ന് പറയുന്നത്, സാഡിൽ പോയിൻ്റ് എന്ന് പറയുന്നത്. ആ ക്രിട്ടിക്കൽ പോയിൻറ്റിൽ നിന്ന് ആ സാഡിൽ പോയിൻറ്റിനെ മാത്രം മാറ്റി നിർത്തി ബാക്കിയുള്ള പോയിൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്റ്റേഷനറി പോയിൻ്റ്. ക്ലിയർ ആയോ? അപ്പം സാഡിൽ പോയിൻ്റ് എന്ന് പറയുന്നതും ക്രിട്ടിക്കൽ പോയിൻ്റാണ്, സ്റ്റേഷനറി പോയിൻ്റ് എന്ന് പറയുന്നതും ക്രിട്ടിക്കൽ പോയിൻ്റാണ്. ക്രിട്ടിക്കൽ പോയിൻറ്റിൽ നിന്നും സാഡിൽ പോയിൻറ്റിനെ മാറ്റി നിർത്തിയിട്ട് പറയുന്ന പേരാണ് എന്ത്, സ്റ്റേഷനറി പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു മാത്തമാറ്റിക്കൽ വേർഷൻ പറഞ്ഞു തരാമെന്ന്. അതായത് നമുക്ക് തന്നേക്കുന്ന ഗ്രാഫ് അല്ലെങ്കിൽ തന്നേക്കുന്നത് ഒരു മാക്സിമം ആണോ ഒരു മിനിമം ഗ്രാഫാണോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ആ ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക.
അത് ലെസ് ദാൻ 0 ആണെങ്കിൽ, സാധാരണ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ നമുക്ക് മിനിമം ആയിട്ട് തോന്നും, അല്ല, ലെസ് ദാൻ 0 വരെയാണെങ്കിൽ അതിൻ്റെ ബിഹേവിയർ മാക്സിമം ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 0 ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ബിഹേവിയർ മിനിമം ആയിരിക്കും. ഇനി അതല്ല ഈക്വൽ ടു 0 ആണ് വരുന്നതെങ്കിൽ അതെന്തായിരിക്കും? സാഡിൽ പോയിൻ്റ് ആയിരിക്കും. ക്ലിയർ ആയോ? ലെസ് ദാൻ വരെയാണെങ്കിൽ മാക്സിമവും ഗ്രേറ്റർ ദാൻ വരെയാണെങ്കിൽ മിനിമവും ആയിരിക്കും. ഈക്വൽ ടു 0 ആണ് വരുന്നതെങ്കിൽ അതെന്തായിരിക്കും? സാഡിൽ പോയിൻ്റ് ആയിരിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x³ പ്ലസ് 2x² മൈനസ് 3. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? എഫ് ഓഫ് എക്സ് എടുത്ത് എഴുതി വെച്ച്. ഇനി എൻ്റെ ഉദ്ദേശം എന്താണ്? മാക്സിമം ആണോ മിനിമം ആണോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം ആണോ മിനിമം ആണോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഈ എഫ് ഓഫ് d²y/dx² ചെയ്ത് നോക്കണം. അത് തീരുമാനിക്കും മാക്സിമം ആണോ മിനിമം ആണോ എന്നുള്ളത്. അപ്പോൾ അത് നമ്മളൊരു പോയിന്റിലാണ് ചെയ്യുന്നത്. ആ പോയിന്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാവോ? നമ്മൾ തന്നേക്കുന്ന എഫിനെ എഫ് ഡാഷ് കണ്ടുപിടിക്കുക. എഫിൽ നിന്ന് എഫ് ഡാഷ് കണ്ടുപിടിക്കുക. ആ എഫ് ഡാഷ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ക്ലിയർ ആയോ? ആ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ പോളിനോമിയൽ ഏതാണോ അതനുസരിച്ചിട്ടും. ഇപ്പം എഫ് ഡാഷ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പം ഒബ്വിയസ്ലി നമുക്ക് കിട്ടുന്നത് എത്ര വാല്യൂസ് ആയിരിക്കും? 2 വാല്യൂസ് ആയിരിക്കും. 3 ക്യൂബിക്. ഇതിപ്പം നോക്കിക്കോണം, ഇവിടുത്തെ എഫ് ആണ് ക്യൂബിക്ക്, എഫ് ഡാഷ് അല്ല ക്യൂബിക്ക്. എഫ് ഡാഷ് ആണ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യേണ്ടത്. എഫ് ഡാഷ് ക്യൂബിക്ക് ആണെന്നുണ്ടെങ്കിൽ 3 വാല്യൂ കിട്ടും. ഇവിടെ എനിക്ക് എഫ് ഡാഷ് ക്വാഡ്രാറ്റിക് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് 2 വാല്യൂ റിസീവ് ചെയ്തു. ഇനി ഞാൻ ചെയ്യേണ്ട കാര്യം എഫ് ഡബിൾ ഡാഷ് കണ്ടുപിടിക്കണം. എഫ് ഡബിൾ ഡാഷ് കണ്ടുപിടിച്ചതിന് ശേഷം, ഇതാണ് എഫിൻ്റെ എഫ് ഡബിൾ ഡാഷ്. ഈ എഫ് ഡബിൾ ഡാഷിൽ ഈ 2 എക്സ് വാല്യൂസും എന്ത് ചെയ്യുക? എടുത്ത് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ഞാൻ 0.333 ഇട്ട് കൊടുക്കാം. ആ 33 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്നത് 14 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ഗ്രേറ്റർ വന്നാൽ എന്താണ്? മിനിമം. മനസ്സിലായോ? അപ്പം ഇതാണ് അവിടുത്തെ മിനിമം പൊസിഷൻ എന്ന് പറയുന്നത്. ആ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് അവിടെ ആ ഒരു എഫ്, ആ ഒരു പോയിന്റിൽ മിനിമം ആയിരിക്കും ബിഹേവിയർ കാണിക്കുന്നത്. പക്ഷേ ആ മിനിമത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 14 അല്ല. ആ എഫ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു പോയിന്റിൽ, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ പോയിന്റിൽ എന്ത് ബിഹേവിയർ കാണിക്കും? മിനിമം ബിഹേവിയർ കാണിക്കും. ആ വാല്യൂ അല്ല ഞാൻ പറയുന്നത് കേട്ടോ. ദെൻ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? എഫ് ഡബിൾ ഡാഷിൽ -0.6 ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? -14 കിട്ടും, വിച്ച് ഈസ് ലെസ് ദാൻ 0 ആൻഡ് ദ ബിഹേവിയർ ഈസ് മാക്സിമം. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഫ് ഡബിൾ ഡാഷിൽ എന്ത് ബിഹേവിയർ കാണിക്കും? മാക്സിമം ബിഹേവിയർ കാണിക്കും. ഇത് ബിഹേവിയർ ആണ്. അതെന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ ഒരു വാല്യൂ ഉണ്ട് അല്ലേ? ആ ഫംഗ്ഷൻ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ 1 2 3 എന്ന് വരച്ചാൽ, ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചാൽ ഇത് 2 ആണ്. ഇത് മാക്സിമം ആണോ മിനിമം ആണോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അതായത് എക്സ് എന്ന് പറയുന്നത് 3 ആയിരിക്കുമ്പോൾ എന്താണ്? മാക്സിമം ആണ് എനിക്ക് റിസീവ് ചെയ്യുന്നതെന്നും ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനി ആ 3യിലുള്ള വൈ വാല്യൂ ഏതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനെന്ത് ചെയ്യുമെന്ന് അറിയാവോ? നമ്മൾ ഈ കണ്ടുപിടിച്ചത് ഈ എക്സുകളില്ലേ, ഈ എക്സുകളെടുത്ത് നമ്മൾ എന്ത് ചെയ്യും? എഫിൽ ഇട്ട് കൊടുക്കും. നേരത്തെ നമ്മൾ എവിടെയാണ് ഇട്ട് കൊടുത്തത്? എഫ് ഡബിൾ ഡാഷിലാണ് ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ എവിടെ ഇട്ട് കൊടുക്കും? എഫിൽ ഇട്ട് കൊടുക്കും. എഫിൽ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടും. അപ്പം എന്താ ഇവിടെ 0.33 എന്ന് പറയുന്ന എക്സ് ഉണ്ടായിരുന്നു, അത് ഞാനെടുത്ത് എഫിൽ ഇട്ട് കൊടുത്തപ്പം, എഫല്ലേ എൻ്റെ ഫംഗ്ഷൻ, ആ ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് എന്തെന്ന് കിട്ടി? 0.592. അതാണ് എൻ്റെ വൈ വാല്യൂ, അതാണ് മാക്സിമം വാല്യൂ. മറ്റേത് ബിഹേവിയർ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഈ ഒരു വാല്യൂ എഫ് 0.33 ഇട്ട് കൊടുക്കുമ്പോൾ 0.592 ആണ് കിട്ടുന്നതെന്നുള്ളത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം. പക്ഷേ ആ 592 എന്ന് പറയുന്നത് മിനിമം ആണോ മാക്സിമം ആണോ നമുക്ക് അറിഞ്ഞൂടല്ലോ. ആ മിനിമം ആണോ മാക്സിമം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എഫ് ഡബിൾ ഡാഷിൽ ഇട്ട് കൊടുത്തിട്ട് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കാൻ പറഞ്ഞത്. ആ വാല്യൂ കിട്ടാനായിട്ട് എഫിൽ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ -0.6 ഇട്ട് കൊടുക്കുമ്പോൾ 1.44 കിട്ടും. അതവിടെ കാണിക്കുന്നത് മാക്സിമം വാല്യൂ ആണ് കേട്ടോ. ഇനി അടുത്ത പ്രോബ്ലം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ. ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇത്.
ഏത് ഇൻ്റർവെല്ലിലാണ് 1 3 എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിൽ അവരിതാ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ എഫ് ഡാഷ് കണ്ടുപിടിച്ചു, 0ക്ക് ഇക്വേറ്റ് ചെയ്തു, 2 പോയിൻറ്റ്സ് കിട്ടി. എഫ് ഡബിൾ ഡാഷ് കണ്ടുപിടിച്ചു, എഫ് ഡബിൾ ഡാഷിൽ 2 പോയിൻറ്റും ഇട്ട് കൊടുത്തു. കണ്ടോ? അപ്പോൾ എനിക്ക് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് കിട്ടി. ദെൻ ആ വാല്യൂ എടുത്ത് എഫിൽ ഇട്ട് കൊടുക്കുമ്പം എനിക്ക് ആൻസർ കിട്ടും. ഞാനിവിടെ ആൻസർ എഴുതിയിട്ടില്ല, നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചങ്ങ് എഴുതിയാൽ മതി. ദെൻ ഒരു ഹോംവർക്ക് നോട്ട് ചെയ്തേ. ഇനി അടുത്തത് മൾട്ടിപ്പിൾ വേരിയബിൾ ഒപ്റ്റിമൈസേഷൻ. ദാറ്റ് ഈസ് നമ്മൾ ഇത്രയും നേരം കണ്ടത് എന്തായിരുന്നു? എക്സ് അല്ലെങ്കിൽ വൈ, അതായത് ഒന്നുകിൽ വൈ ഈക്വൽ ടു എക്സിൽ മാത്രമുള്ളൊരു ഫംഗ്ഷൻ. അതാണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടതല്ല. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഈക്വൽ ടു എന്തായിട്ട് വരും? ഇൻ ടേംസ് ഓഫ് എക്സിലും വൈയിലും 2 വേരിയബിൾ ഉണ്ട്. നേരത്തെ എന്ത് മാത്രമേ ഉള്ളായിരുന്നു? എഫ് എന്ന് പറഞ്ഞത് എക്സിൽ മാത്രമേ ഉണ്ടായിരുന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു x² + 2x + 4 അങ്ങനെയുള്ള എക്സിൽ മാത്രം ഉള്ളതായിരുന്നു. ഇപ്പം നമ്മൾ കാണാൻ പോണത് എക്സിലും വൈയിലുമുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മൾ ബിടെക് ലെവലിൽ പഠിച്ചിട്ടുണ്ട്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ സ്റ്റെപ്പായിട്ടാണ് നോട്ട് എഴുതിയേക്കുന്നത്. അത് കുറച്ചും കൂടെ പഠിക്കാനുള്ള എളുപ്പത്തിനായി വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് PQRST കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കിത് അറിയാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അഥവാ നിങ്ങൾക്ക് അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ വീഡിയോ കിടപ്പുണ്ട്, അത് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പിയും ക്യൂവും കണ്ടുപിടിക്കുമല്ലോ. ഞാൻ പിയും ക്യൂവും മാത്രം ഒന്ന് പറഞ്ഞുതരാം. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ മാത്രം ഡെറിവേറ്റീവ് എടുക്കുന്നതാണ് പി. ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ മാത്രം ഡെറിവേറ്റീവ് എടുക്കുന്നതാണ് ക്യൂ. ആ 2 കാര്യങ്ങൾ PQRST എല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ സ്റ്റെപ്പ് 3യിൽ വരുന്നത് പിയും ക്യൂ ആണ്. ആ കണ്ടുപിടിച്ച പിന്നെയും ക്യൂവിനെയും എന്ത് ചെയ്യണം? ഈക്വൽ ടു 0 ചെയ്യണം. അപ്പോൾ പി ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാല്യൂ കിട്ടും, ക്യൂ ഈക്വൽ ടു 0 ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വാല്യൂ കിട്ടും. ദെൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏതൊക്കെ പോയിന്റിലാണ് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് വരുന്നതെന്നുള്ളത്. അതാണ് ആ ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ നമ്മൾ എഫിന് ഒരു ഒറ്റ ഡെറിവേറ്റീവ് എടുക്കുമായിരുന്നു, എന്നിട്ട് അതിനെ ഇക്വേറ്റ് ചെയ്യുമായിരുന്നു. അതായിരുന്നു നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. ഇവിടെ നമുക്ക് ഒരുപാട് വേരിയബിൾ ആയിട്ടാണ് എഴുതേണ്ടത്. അതായത് എക്സ് വെച്ച് മാത്രം, പിന്നെ എക്സ് വൈ വെച്ച് മാത്രം, എക്സും വൈയും വെച്ചും, എക്സ് വെച്ച് 2 പ്രാവശ്യം, വൈ വെച്ച് 2 പ്രാവശ്യം, അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിനെയും ക്യൂവിനെയും മാത്രമാണ് നമ്മളവിടെ എടുക്കുന്നത്. കാര്യം ഈ കേസിലെ ഫസ്റ്റ് ഡെറിവേറ്റീവ് അവർ 2 മാത്രമാണ്. മനസ്സിലായോ? ഫസ്റ്റ് ഡെറിവേറ്റീവിന് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഫസ്റ്റ് ഡെറിവേറ്റീവിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് റിസീവ് ചെയ്യുന്നത്? ക്രിട്ടിക്കൽ പോയിന്റ് റിസീവ് ചെയ്യുന്നത്. ദെൻ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് എളുപ്പമാണ്. നമ്മൾ നേരത്തെ സെക്കൻഡ് ഡെറിവേറ്റീവ് 0യേക്കാൾ വലുതാണോ ചെറുതാണോ എന്ന് മാത്രമേ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ നേരത്തെ PQRST എല്ലാം കണ്ടുപിടിച്ചില്ലേ, അതിൽ RT - S² നോക്കുക. അതും പിന്നെ നോക്കേണ്ടത് 6ഉമാണ്. അത് ഒറ്റ കേസാണ്, അത് രണ്ടും ഒരു കേസാണ്. ഞാനിവിടെ അറിയാതെ കേസ് 2 എന്ന് എഴുതിപ്പോയതാണ് കേട്ടോ. പിന്നെ വൈറ്റിംഗ് ചെയ്യാനും വിട്ടുപോയി. അപ്പോൾ RT - X² 6ഉം 2ഉം 0യേക്കാൾ വലുതാണെങ്കിൽ അത് മിനിമം ബിഹേവിയർ കാണിക്കും. ഇനി RT - S² ഗ്രേറ്റർ ദാൻ 0യും 6 ലെസ് ദാൻ 0യും ആണ് കാണിക്കുന്നതെങ്കിൽ അത് മാക്സിമം ബിഹേവിയർ ആയിരിക്കും. ഇനി RT - S തന്നെ ലെസ് ദാൻ 0 ആവുകയാണെങ്കിൽ അവിടെ നമ്മൾ നോക്കേ വേണ്ട, അത് എന്തായിരിക്കും? ഒരു സാഡിൽ പോയിന്റ് ആയിരിക്കും. ഇനി മറിച്ച് RT - S² എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഇൻകൺക്ലൂസീവ് ആയിരിക്കും. അതായത് നമുക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു ഇത് പറയാൻ പറ്റത്തില്ല, എന്താണ് അവിടുത്തെ അവസ്ഥയെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ. ഇത്രയാണ്. ഇത് നമ്മൾ പുതിയതായിട്ട് പഠിച്ചത് ഇൻകൺക്ലൂസീവ് മാത്രമാണ്. ബാക്കിയെല്ലാം നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. ഇത് നമ്മളുടെ ക്രിട്ടിക്കൽ പോയിന്റിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അതിൽ സാഡിൽ പോയിന്റ് നമ്മൾ നേരത്തെ കണ്ടില്ല, കാര്യം നമുക്ക് അതിൻ്റെ പ്രോബ്ലത്തിൽ വന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, d²y/dx² ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ അത് സാഡിൽ പോയിന്റ് ആവും. പക്ഷേ ഇവിടുത്തെ കേസിൽ അത് ഇൻകൺക്ലൂസീവ് ആയിരിക്കും ആവുന്നത്.
ഇനി അടുത്തത് നമുക്ക് അതായത് ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ റിലേറ്റീവ് മാക്സിമം ഓർ മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് മാക്സിമം വാല്യൂ ആണോ മിനിമം വാല്യൂ ആണോ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നമ്മളിവിടെ ഫംഗ്ഷൻ എഴുതി PQRST എല്ലാം കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിതാ നോക്കിയേ, പി കണ്ടുപിടിക്കാനായിട്ട് എഫിനെ എന്ത് ചെയ്യുന്നു, എക്സിൽ മാത്രം ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ ഇവിടെ വൈ ഉണ്ടെങ്കിൽ അതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് കണ്ടാൽ മതി. എക്സിൻ്റെ കൂടെ കണ്ട വൈ ആണെന്നുണ്ടെങ്കിൽ 2ഉം വൈയും കോൺസ്റ്റൻറ്റ്, 2y കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഇതിൻ്റെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. ദെൻ ആറെന്ന് പറയുമ്പം എഫിനെ എക്സ് കൊണ്ട് ചെയ്ത കിട്ടിയ ആൻസറിനെ ഒന്നും കൂടെ എക്സ് കൊണ്ട് ചെയ്യണം, അപ്പോൾ 6 മാത്രമാവും. എസ് എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ എഫിനെ എക്സ് കൊണ്ട് ചെയ്ത് കിട്ടിയ ആൻസറിനെ വൈ കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ എഫിനെ വൈ കൊണ്ട് ചെയ്ത് കിട്ടിയ ആൻസറിനെ എക്സ് കൊണ്ട് ചെയ്യാം. ഏതാണെങ്കിലും ആൻസർ സെയിം ആയിരിക്കും. ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിനെ വൈ കൊണ്ട് ചെയ്ത ആൻസറിനെ ഒന്നും കൂടെ വൈ കൊണ്ട് ചെയ്യുക, അതായത് ഇതിനെ ഒന്നും കൂടെ വൈ കൊണ്ട് തന്നെ ചെയ്യുക. എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞത്, പിയും ഈക്വൽ ടു 0 ചെയ്യുക, ക്യൂവും ഈക്വൽ ടു 0 ചെയ്യുക. അപ്പം നമുക്ക് 2 ഇക്വേഷൻ ആയിട്ടാണ് കിട്ടുന്നത്. ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, പോയിൻറ്റ്സ് കണ്ടുപിടിക്കാം, ക്രിട്ടിക്കൽ പോയിൻറ്റ് കണ്ടുപിടിക്കാം. അതായത് നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എക്സിന് വാല്യൂ കിട്ടും. ആ എക്സിൻ്റെ വാല്യൂ എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് എന്ത് കിട്ടും, വൈയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ ഒരേ ഒരു ക്രിട്ടിക്കൽ പോയിൻറ്റേ ഉള്ളൂ. നമുക്ക് ഓരോ കേസ് ബൈ കേസ് അത് മാറും. ഇവിടെ നമുക്ക് ഒരു ക്രിട്ടിക്കൽ പോയിൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ എന്തുവാണ്, RT - S² ചെയ്ത് നോക്കുക. RT - S² ചെയ്ത് നോക്കുക. R നമ്മളെ കയ്യിലുണ്ട്, T നമ്മളെ കയ്യിലുണ്ട്, S നമ്മളെ കയ്യിലുണ്ട്. അതങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നില്ല, കാരണം Rഉം Sഉം Tയും എല്ലാം ഡിജിറ്റ്സ് ആണ്. ഇനി അഥവാ ഇതിൻ്റെ കൂടെ വേരിയബിൾസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുക, ആ വേരിയബിൾ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. എക്സിന് പകരം 2ഉം വൈക്ക് പകരം 6ഉം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. ആ ആൻസർ എന്താണെന്ന് നോക്കുക. നമുക്കിവിടെ 6ഉം > 0 ആണ് അല്ലേ, നോക്കട്ടെ. അതെ, 6ഉം > 0 ആണ്, RT - S² > 0 ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, ഒരു മിനിമം ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, നമുക്ക് തന്നേക്കുന്ന എഫിനകത്ത് നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതായത് എക്സ് ഉള്ള സ്ഥലത്തെല്ലാം 2ഉം വൈ ഉള്ള സ്ഥലത്തെല്ലാം 6ഉം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വാല്യൂ കിട്ടും. ഇനി അഥവാ നമുക്കിവിടെ ഇൻകൾക്കേറ്റീവ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, ഇവിടെ വെച്ച് തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 0 എഴുതി നമുക്ക് നിർത്തിയിട്ട് പറയാം. എന്നിട്ട് ഇവിടെ നമുക്കത് കണ്ടുപിടിച്ചിട്ട് പറയാം അവിടെ എന്താണ് ഇൻകൺക്ലൂസീവ് ആണെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് നോക്കിക്കേ. കണ്ടോ, ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, PQRST കണ്ടുപിടിക്കുന്നു, പിയും ക്യൂവും 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു, എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിച്ച് എന്താക്കുന്നു അത്. ഇവിടെ നോക്കിയേ, ഇവിടെ എന്താണിടേ, നമുക്ക് നേരത്തെ നമുക്കൊരു വാല്യൂ കിട്ടി, പക്ഷേ ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് പവർ ക്യൂബാണ്. അപ്പോൾ നമുക്ക് 3 വാല്യൂ റിസീവ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിന് ചെയ്തേക്കുന്ന മെത്തേഡ് നോക്കുക, അതൊക്കെ പണ്ട് പഠിച്ച മെത്തേഡാണ്. അതിൽ ഈ ഒരു പാർട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇമാജിനറി പാർട്ട് ആയതുകൊണ്ടാണ് ആ വാല്യൂസ് നമ്മൾ എടുക്കാത്തത്. അതുകൊണ്ടാണ് എക്സിനും വൈക്കും ഈ വാല്യൂസ് മാത്രം എടുക്കുന്നത് കേട്ടോ. നമ്മൾ റിയൽ വാല്യൂസ് മാത്രം എടുത്താൽ മതി. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പോയിൻറ്റ്സ് മാത്രം കിട്ടുന്നത്. ഇത് നമ്മൾ സോൾവ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് എന്താണ് ആ വാല്യൂ ഇമാജിനറി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റൂല. കണ്ടോ, ഞാൻ ടേബിൾ പോലെ ആക്കിയാണ് എഴുതിയേക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇത് നോക്കിയേ, <0 വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ആരാണ്, സാഡിൽ പോയിന്റ്. = 0 ആയിരുന്നെങ്കിൽ ഇൻകൾസീവ് ആയിരുന്നെങ്കിൽ. ഇതാ അടുത്ത ഹോംവർക്ക് നോട്ട് ചെയ്തേ. ഇത്രയും വെച്ച് ഞാനിപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ അടുത്ത പാർട്ടായിട്ടിടാം കേട്ടോ. താങ്ക് യു.